മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനോടുള്ള പാർട്ടി നിലപാടിൽ മാറ്റം വേണ്ടെന്ന് കോൺഗ്രസ്. ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത് എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച ആദ്യ പരാതിക്ക് പിന്നാലെ പാർട്ടി നേതൃത്വത്തിന് പരാതി ലഭിച്ചതിൽ സംശയം പ്രകടിപ്പിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്ത് വന്നു. ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതിക്ക് പിന്നാലെ രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമാണ്. എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാധിക്കില്ലെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. നിയമ നടപടികളോ അതിലെ ജയപരാജയങ്ങളോ പാർട്ടി നിലപാടിനെ സ്വാധീനിക്കില്ലെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് അതിന് ഒരു തടസ്സമില്ല. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്ന ആദ്യ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ലഭിച്ചപ്പോൾ രണ്ടാം അതിജീവിതയുടെ പരാതി KPCC നേതൃത്വത്തിലേക്കാണ് വന്നത്. രാഹുലിനെയും അദ്ദേഹത്തിന്റെ ചെയ്തികളെയും തള്ളുമ്പോഴും ഇതിനെ കോൺഗ്രസ് നേതൃത്വം സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ ആയിരുന്നു കേട്ടോ. അതിന്റെ പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ വായിച്ചു. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമായാൽ അകലം പാലിക്കാൻ ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.